ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഡിസ്കോഴ്സസ് എങ്ങനെയാണ് എഴുതാനുള്ളതെന്നാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ആദ്യം ഞാൻ 10 ഡിസ്കോഴ്സസ് ഞാനിവിടെ കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഡയറി മുതൽ നമ്മൾ അപ്രിസിയേഷൻ എങ്ങനെ എഴുതുന്നത് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കാൻ പോകുന്നത് ഡയറി എങ്ങനെയെന്നാണ്. ഡയറിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഡേ അല്ലേ, മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ അത് എഴുതുക. സെക്കൻഡ് തിങ് ഡേറ്റ് എഴുതുക. പിന്നെ ടൈം നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, ഡേയും ഡേറ്റും എഴുതുക. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനിപ്പോൾ മനോഹരമാണെങ്കിലും മോശമായിട്ടുള്ള ദിവസമാണെങ്കിലും നമുക്ക് ഏകദേശം ഇതുപോലെ വെച്ചിട്ട് എഴുതാൻ പറ്റും. ആൻ അൺഫോർഗറ്റബിൾ ഡേ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, ഐ കാൺ ബിലീവ് ഇറ്റ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വാട്ട് ഹാപ്പൻഡ് ടു മീ, എനിക്ക് എന്താ സംഭവിച്ചത്? ഇറ്റ് വാസ് എ വെരി സ്പെഷ്യൽ ഡേ. ഇത് നല്ല മനോഹരമായിട്ടുള്ള ഡേ ആണ്. ഐ ആം വെരി, സന്തോഷമാണെങ്കിൽ സന്തോഷം എഴുതുക, സാഡ് ആണെങ്കിൽ വിഷമമാണെങ്കിൽ വിഷമം എഴുതുക, എക്സൈറ്റഡ്, ഓക്കെ, അത്ഭുതം അല്ലെങ്കിൽ നല്ല എക്സൈറ്റഡ് ആണെങ്കിൽ അങ്ങനെ എഴുതുക. ഐ വാണ്ട് ടു ഷെയർ മൈ ഫീലിങ്സ്. എന്നിട്ട് എന്താണ്, ഞാൻ എൻ്റെ ഫീലിങ്സ് ഇവിടെ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇനി ബാക്കി നിങ്ങൾ എഴുതാനുള്ളതാണ്. ഇതാണ് ആ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇത്രയും കാണാതെ പഠിച്ച് വെക്കുക. ബാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ എഴുതുക. എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അത് വെച്ചിട്ട് എഴുതുക. പിന്നെ നിങ്ങൾ എക്സാമിന്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എക്സാമിന് ശ്രദ്ധിക്കാനുള്ളത് എത്ര മാർക്കിന് എത്ര പേജ് എഴുതണമെന്ന് സ്കൂളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാതെ വിടരുത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാതെ വിടരുത്. ഇൻ കേസ് നിങ്ങളെ ക്വസ്റ്റ്യൻ തന്നതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വരെ നിങ്ങൾക്ക് മാർക്ക് അവർ ഇട്ട് തരും. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും വിടാൻ പാടില്ല. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഓർ ക്വസ്റ്റ്യൻ അല്ല, ബാക്കി അല്ലാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തിരിക്കണം. അറ്റൻഡ് ചെയ്യുന്നതിന് നമ്മൾ മാർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മാർക്ക് കയറാറുണ്ട്. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇടയ്ക്ക് നോക്കണം, അവസാനവും ഒരു 5 മിനിറ്റ് മുന്നേ നോക്കി വെക്കണം. ഓക്കെ, ശരി. എന്നിട്ട് ലാസ്റ്റ് ഐ കാൺട്ട് ഹൈഡ് മൈ ഇമോഷൻസ് എന്ന് പറയുന്നില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ ഐ വിൽ നെവർ ഫൊർഗോട്ട് ദിസ് ഡേ അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇൻട്രൊഡക്ഷനിൽ കയറ്റാം. അല്ലെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യും, ഐ വിൽ നെവർ ഫൊർഗോട്ട് ദിസ് ഡേ എന്ന് പറഞ്ഞ് കൺക്ലൂഷനിൽ കൊടുത്ത് നിർത്തുക. ഓക്കെ, ഡയറി ഇത്രയും സിമ്പിളാണ്. ഇത്രയും പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് സ്പീച്ചാണ്. സ്പീച്ച് ഇതുപോലെ ഇൻട്രൊഡക്ഷൻ കയറിയാൽ മതി, നന്നായിട്ട് പോകും. ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ റെസ്പെക്റ്റഡ് ഹെഡ് മാസ്റ്റർ, ഡിയർ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു അവർ, ഇസ്ൻ്റ് ഇറ്റ്, ഇങ്ങനെ തുടങ്ങാം. എന്നിട്ട് ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക് എന്താണോ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത് അത് അവിടെ എടുത്ത് എഴുതുക. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് അവിടെ എഴുതുക. ഇനി ഐ വിഷ് ടു ഷെയർ മൈ തോട്ട്സ് ഓൺ ദിസ് ടോപ്പിക്, ഞാൻ ഇതിനെക്കുറിച്ചിട്ട്, ടോപ്പിക്കിനെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ചിന്തയും ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ് ടുഡേ. അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുകയാണ്, നമ്മൾ പ്രസംഗിക്കുവാണ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യാം, അത് നമ്മുടെ ഓഡിയൻസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ്. പിന്നെ നമ്മൾ ആർക്കും അറിയാത്ത എന്തെങ്കിലും കാര്യം കൊടുത്തിച്ചിട്ട് സ്പീച്ച് ചെയ്യുമോ? ഇല്ല, നമുക്ക് അറിയുന്ന കാര്യം വെച്ചിട്ടായിരിക്കും നമ്മൾ സ്പീച്ച് ചെയ്യുക. ഇനി ഐ താങ്ക് ഗോഡ് ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ബിഫോർ യു, അല്ല, ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന്. വിത്ത് ദീസ് വേർഡ്സ് ഐ കൺക്ലൂഡ് മൈ സ്പീച്ച്. ഓക്കെ, അത് ലാസ്റ്റ് എഴുതാനുള്ള കേട്ടോ. വിത്ത് ദീസ് വേർഡ്സ് ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് എന്നുള്ളത് നമ്മൾ എവിടെയാണ്, കൺക്ലൂഷനിൽ എഴുതാനുള്ളതാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളാം. എന്നിട്ട് താങ്ക് യു ആൾ, ഹാവ് എ നൈസ് ഡേ. ഇതാണ് ഫോർമാറ്റ്, പക്ക പാലിച്ചോളാം ഇതിന്. ഓക്കെ, ഇനി ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിനോ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങൾക്കോ അയക്കുന്ന ലെറ്ററാണ് ഫോർമൽ ലെറ്റർ. ഓക്കെ, നമുക്കറിയാം ഫോർമലുണ്ട് ഇൻഫോർമലുണ്ട്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഫോർമൽ അല്ലാത്തത്, അത് ആർക്ക് അയക്കുന്നതാണ്, നമ്മൾ ഈ കൂട്ടുകാർക്കൊക്കെ അയക്കുന്നതാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പഠിച്ചങ്ങ് വെച്ചാൽ മതി. ഫ്രം എന്ന് പറയുമ്പോൾ നിങ്ങളെ പേര് എഴുതണം, നിങ്ങളെ അഡ്രസ്സ് എഴുതണം, പിന്നെ എന്ത് വെക്കണം, ഡേറ്റ് വെക്കണം, പിന്നെ ടു ആർക്കാണോ അയക്കുന്നത് അത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ ഹെഡ് മാസ്റ്റർ, പിന്നെ സ്കൂളിൻ്റെ പേര് എഴുതുക, സ്ഥലം ഉണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ, ഇനി തുടങ്ങുന്നത് റെസ്പെക്റ്റഡ് സർ. ഓക്കെ, റെസ്പെക്റ്റഡ് സർ വെച്ച് തുടങ്ങാം. എന്നിട്ട് സബ്ജക്റ്റും കൂടെ അവിടെ ആഡ് ചെയ്താൽ നല്ലതാട്ടോ. ഞാനത് എഴുതിയിട്ടില്ല. 2ൻ്റെ താഴെ SUB എന്ന് എഴുതിയിട്ട് എന്താണത് ഒരു ലൈനിൽ തീരുന്ന രീതി സബ്ജക്റ്റ്. ഇപ്പം നിങ്ങൾ ലീവ് അപേക്ഷിക്കാനാണെങ്കിൽ ഓക്കെ, അതാണെങ്കിൽ എന്താണ്, റിക്വസ്റ്റ് ഫോർ ലീവ്, അത്ര മാത്രം എഴുതിയാൽ മതി. അതും കൂടെ ഒന്ന് ആഡ് ചെയ്തോളാം കേട്ടോ. പിന്നെ റെസ്പെക്റ്റഡ് സാർ തുടങ്ങുക. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ, ഇത് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം അബൌട്ട്. ഓക്കെ, ഇൻഫോം എന്തിനെക്കുറിച്ചാണ് അവിടെ എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യം എന്താണ് അത്
കുറച്ച് വിശദീകരിക്കും. ഇവിടെ 2-3 സിമ്പിൾ സെൻറ്റൻസ് എന്നാണ് പറഞ്ഞാൽ നിങ്ങൾ മാർക്ക് അനുസരിച്ച് ആ പേജിന് അളവനുസരിച്ച് എഴുതിക്കോളണം കേട്ടോ. ഇവിടെ 2-3 അല്ല, കുറച്ചുകൂടെ എഴുതാം. ഇനി ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ടേക്ക് നെസസറി ആക്ഷൻ അറ്റ് ദി ഏർലിയസ്റ്റ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ റിക്വസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുവാണ്, നെസസറി ആക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് താങ്ക് യു കൊടുത്ത് യുവർ ഫെയ്ത്ത്ഫുള്ളി എന്ന് കൊടുത്ത് പേരെടുത്ത് അവസാനിപ്പിക്കുക. അടുത്ത് നമുക്ക് ഇൻഫോർമൽ ലെറ്റർ നോക്കാം. ഓക്കെ, ഇൻഫോർമൽ ലെറ്റർ ആസ് യൂഷ്വൽ എന്താണ്, ഫ്രം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ടു കൊടുക്കുക. ഇനി ഡിയർ, നിങ്ങളെ കൂട്ടുകാരനല്ലേ അയക്കുന്നത്, അപ്പോൾ ഡിയർ ഫ്രണ്ട് എന്നോ ഡിയർ ആരെന്ന് പേര് എഴുതുക. ഇനി ഹൗ ആർ യു എന്ന് ചോദിക്കുക, ഐ ഹോപ്പ് യു ആർ വെൽ, നീ നന്നായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു, ഐ എം ഫൈൻ, ഞാൻ നന്നായിരിക്കുന്നു, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു അബൌട്ട്, ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഈ കാര്യം പറയാനാണ് എന്ന് പറഞ്ഞ കാര്യം എഴുതുക, പിന്നെ അതിനെക്കുറിച്ച് എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണം ഇത് വേണമെങ്കിൽ പാരഗ്രാഫ് വൈസ് എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ് വൈസ് വേണ്ട, എക്സാക്ട്ലി പാരഗ്രാഫ് വൈസാണ് നല്ലത്. ചെറിയ പാരഗ്രാഫ് ആക്കണമെങ്കിൽ ഒരു വലിയ പാരഗ്രാഫ് ആയാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, പ്ലീസ് ഗിവ് മൈ റിഗാർഡ്സ് ടു എവരി വൺ അറ്റ് ഹോം, ഐ ഹോപ്പ് ടു ഗെറ്റ് യുവർ റിപ്ലൈ സൂൺ, താങ്ക് യു. എല്ലാവരോടും എൻ്റെ അന്വേഷണം അറിയിക്കുക, ഈ ലെറ്ററിന് തിരിച്ച് റിപ്ലൈ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന് തന്നെ. ഇത്രയേ ഉള്ളൂ. ഈ ഫോമാറ്റ് അങ്ങ് കാണാതെ പഠിച്ചു വെച്ചാൽ മലയാളം മീഡിയം കുട്ടികൾക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതെന്ത് ചെയ്യുക, കാണാതെ എഴുതി പഠിച്ചിട്ട് പോവുക. നല്ല രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ, എക്സാമിന് ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ടീച്ചർമാർ ചിലപ്പോൾ നമ്മുടെ കുറച്ച് നിങ്ങളുടെ ഇത് കൊണ്ടും പിന്നെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും മാത്രമേ ചിലപ്പോൾ നോക്കാറുള്ളൂ. ബാക്കി അതിൻ്റെ ഇടയ്ക്കുള്ളത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല മാർക്ക് കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇൻട്രൊഡക്ഷനും നമുക്ക് ഫോർമാറ്റൊക്കെ പക്ക പാലിക്കുക, നിങ്ങൾക്ക് മാർക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതൊന്നും വിടരുത്. ക്ലിയർ. അടുത്തത് നോട്ടീസ്. നോട്ടീസ് മിക്ക ആൾക്കാരും ചെയ്തിട്ടുള്ളതാണ്. അതിന് ബോക്സൊക്കെ വരച്ചോളണം കേട്ടോ, ബോക്സൊക്കെ വരച്ചോളണം. എന്ത് ചെയ്യണം, സ്കൂളാണെങ്കിൽ സ്കൂൾ നെയിം എഴുതുക, ഡേറ്റ്, പിന്നെ നെയിം ഓഫ് ദി പ്രോഗ്രാം, എന്നിട്ട് ഡിയർ എവരി വൺ, എന്താ കാര്യം അത് എഴുതുക, പിന്നെ ഡേറ്റ്, എവിടെ വെച്ചാണ് നടക്കുന്നത്, സമയം എപ്പോഴാണ്, ഏത് സ്ഥലമാണ്, വെന്യൂ മീൻസ് ഏത് സ്ഥലമാണ്, ചീഫ് ഗസ്റ്റ് ആരാണ് ചീഫ് ഗസ്റ്റ്, എന്നിട്ട് എന്ത് ചെയ്യുക, ഓൾ ആർ വെൽക്കം. ഓൾ ആർ വെൽക്കം ഒക്കെ വലുതായിട്ട് എഴുതണം കേട്ടോ. എന്നിട്ട് കൺവീനിയർ, സൈന്, എന്ത് ക്ലബ്ബാണോ അത്. ഓക്കെ, നോട്ടീസൊക്കെ ഓൾറെഡി എല്ലാ സ്കൂൾസിലും കവർ ചെയ്തിട്ടുണ്ട്, അത് തന്നെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. നെക്സ്റ്റ് ഇമെയിൽ. ഇമെയിൽ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം, ടു ആഡ് ചെയ്യണം, ഫ്രം ആഡ് ചെയ്യണം. അത് ഇമെയിൽ അഡ്രസ്സാണ് കേട്ടോ, അപ്പോൾ @gmail.com എന്ന് എഴുതിക്കോളണം. പിന്നെ CC. ഓക്കെ, CC അതും നമ്മൾ എവിടേക്കാണ് അയക്കുന്നത് അത് തന്നെയാണ് CC. പിന്നെ ഡേറ്റ്, സബ്ജക്റ്റ്, പിന്നെ ഡിയർ സാർ എന്ന് പറഞ്ഞ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ മതി. ഐ ഹോപ്പ് യു ആർ വെൽ, നിങ്ങൾ എന്തായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഐ ആം റൈറ്റിംഗ് ടു സീക്ക് യുവർ കൈൻഡ് ഹെൽപ്പ് ആൻഡ് ഗൈഡൻസ് റിഗാർഡിംഗ് എ സീരിയസ് മാറ്റർ ഐ എം ഫേസിങ്. ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന, ഞാനിപ്പോൾ നേരിടുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എന്താണ് ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ലെറ്റർ എഴുതുന്നതെന്ന് പറയാം. എന്നിട്ട് ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ലുക്ക് ഇൻ ടു ദ ഇഷ്യൂ. ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, കാര്യം എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്നെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് തന്ന് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണമെന്ന് പറയാം. ക്വസ്റ്റ്യൻ അതനുസരിച്ച് നിങ്ങൾ കുറച്ചൊക്കെ മാറ്റം വരുത്തണം. ഇത് ഞാൻ മോസ്റ്റ്ലി ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി അവസാനം എന്ത് ചെയ്യുക, താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് സപ്പോർട്ട്, ഐ ലുക്ക് ഫോർവേഡ് നോ ഓക്കെ ടു യുവർ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവസാനിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രൊഫൈൽ ആസ് വി നോ ദാറ്റ് ഇറ്റ്സ് എ മസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഫസ്റ്റ് എന്ത് ചെയ്യുക, ആളുടെ പേര് അവിടെ തലക്കെട്ടായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ APJ അബ്ദുൽ കലാം ആണെങ്കിൽ ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നല്ലേ, അതേപോലെ എന്ത് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പേരറിയാമെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക, ആ ഹെഡിങ്ങിൻ്റെ കൂടെ വലുതാക്കി ഇങ്ങോട്ട് എഴുതുക. പിന്നെ ഇതാണ് നമ്മുടെ സാധാരണ എഴുതുന്ന രീതി എന്ന് പറയുന്നത്. എന്ത് ചെയ്യാം, ആദ്യം പേര് എഴുതുക, വാസ് ബോൺ ആണ് അയാൾ ജനിച്ച സ്ഥലം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. ഓക്കെ, ഓണെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ 18, 19 ഡേറ്റ് പറയില്ല, ഒന്നൊക്കെ ഡേറ്റ് പറയില്ല, അതിൻ്റെ മുൻപിലാണ് ചേർക്കാം. ബോൺ ഓൺ 18th ഇൻ ഏത് പ്ലേസ് ആണോ ആ പ്ലേസിൻ്റെ പേര്. എന്നിട്ട് ആണാണെങ്കിൽ ഹി എന്നും പെണ്ണാണെങ്കിൽ ഷീ എന്നുമാണ് ചേർക്കാനുള്ളത്. ഓക്കെ, മറക്കരുത്, ആണ് ഹി, പെണ്ണ് ഷീ. പിന്നെ ഹിസ്സും ഹറും ഉണ്ട് അല്ലേ, ഹിസ്സും ഹർ. ഹിസ് മീൻസ് അയാളുടെ, ഹർ മീൻസ് അവളുടെ. ഓക്കെ, ഹിസ് ആണ്, ഹർ പെണ്ണ്. പിന്നെ ഹിം. ഓക്കെ, ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്, അയാളുടെ എന്ന് തന്നെയാണ് ഹിം എന്ന്. ഓക്കെ, ശരി. ഇനി ഹി ഓർ ഷീ ഈസ് പ്രൈമർലി നോൺ ഫോർ, ഇങ്ങനെയൊക്കെ രീതിയിലാണ് അറിയപ്പെടുന്നത്. വെച്ചാൽ അവിടെ മെയിൻ പ്രൊഫഷണലായി കരിയർ എന്ന് വെച്ചാൽ അയാൾ എന്ത് ജോലിയാണ്. അപ്പോൾ നോവലിസ്റ്റ് ആണെങ്കിൽ നോവലിസ്റ്റ് എന്ന് എഴുതുക. ഓക്കെ, റൈറ്റർ ആണെങ്കിൽ റൈറ്റർ എന്ന് എഴുതുക. ഇനി എന്ത് ചെയ്യണം, ഹി ഓർ ഷീ വാസ് ദ ചൈൽഡ് ഓഫ്, അച്ഛൻ്റെയും അമ്മയുടെയും പേര് എഴുതുക. അവരുടെ പ്രൊഫഷൻ അവിടെ കൊടുത്ത് അവരുടെ ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ എഴുതുക. പിന്നെ എന്താണ്, ഡാഷ് കംപ്ലീറ്റ് അല്ലേ, ഹി ഓർ ഷീ കംപ്ലീറ്റഡ്, അയാൾ പഠിച്ചത് എവിടെയാണ്, ആ സ്കൂളിൻ്റെ പേര്, യൂണിവേഴ്സിറ്റിയുടെ പേര് എഴുതുക. ഓക്കെ, അടുത്തത് അയാൾ എവിടെ നിന്ന്, ഹിസ് പ്രൊഫഷണൽ ജേർണി ബിഗിൻസ് വിത്ത്, എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അയാൾ ആദ്യം ഇങ്ങനെ റൈറ്ററായിട്ട് തുടങ്ങിയിട്ട് പിന്നെ പലതുമായെന്ന് പറയില്ലേ, അപ്പോൾ അത് അവിടെ എഴുതണം. പിന്നെ സം ഓഫ് ഡാഷ് മേജർ വർക്ക്സ് ഉണ്ട്. പിന്നെ അയാളുടെ എഴുത്തൊക്കെ ചിലപ്പോൾ കൊടുത്തിരിക്കും, ചില ബുക്സിൻ്റെ പേരൊക്കെ അവിടെയാണ് ഇങ്ങനെ എഴുതാനുള്ളത്. ഇനി ത്രൂ ഔട്ട് ഹിസ് ഓർ ഹർ കരിയർ
എന്തൊക്കെ അവാർഡ് കിട്ടിയെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ഇതൊക്കെ എഴുതുന്നത് നല്ലതാണ്. റിസീവ്ഡ് സെവറൽ അക്കോളേഴ്സ് അല്ലെങ്കിൽ ഫോർ ഹിസ് ക്രെഡിറ്റ്, ഈ ഒരു വേർഡ് നല്ലതാണ്. ഫോർ ഹിസ് ക്രെഡിറ്റ് ഹി ഗോട്ട് അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ അവാർഡ്സിൻ്റെ പേര് എഴുതുക. പിന്നെ എന്താണ്ട് അദ്ദേഹം വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതും എഴുതാം. എന്നിട്ട് ഇതാ പാസ്റ്റ് ഡേ മീൻസ് മരണപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വർക്ക് നമ്മൾ ഡെത്ത് ഡൈഡ് എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് സ്റ്റാൻഡേർഡാണ്. ഈ പാസ്റ്റ് അവേ ഓൺ ഡേറ്റ് കൊടുക്കുക. ഓക്കെ, പ്ലേസ് ഏതാണോ അവിടെ കൊടുക്കുക. ലീവിങ് ബിഹൈൻഡ് ലിഗസി, എന്താണ് അദ്ദേഹം ഒരു ഇത് എല്ലാത്തിനെയും പിന്മാറ്റി എന്താണ് പോയിരിക്കുവാണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അവിടെയും കൂടെ എന്ത് ചെയ്യാം, ഒരു നല്ലൊരു വാചകം കൊടുത്ത് അവസാനിപ്പിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഈവൻറ്റ് ഇൻവിറ്റേഷൻ. ഓക്കെ, ഈവൻറ്റ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പരിപാടിക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് അല്ലേ. എന്താണ്, സ്വാഗതം ചെയ്യാൻ പോവുകയാണ് ആൾക്കാരോട് ഇങ്ങനെ വരാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്താണ് നെയിം ഓഫ് സ്കൂൾ കൊടുക്കുക, പ്ലേസ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ലെറ്റർ പോലെ വരും കുറച്ച്. പക്ഷേ ലെറ്ററിൻ്റെ അത്ര വലുതാക്കേണ്ട ആവശ്യമില്ല, കണ്ടൻറ് ഏരിയ അതുപോലെ വരുന്ന റെസ്പെക്റ്റഡ് സാർ എന്ന് എഴുതി വി ആർ പ്ലീസ്ഡ് ടു ഇൻഫോം യു അബൌട്ട്, ഞാൻ എന്താണ് പരിപാടിയുടെ കാര്യം അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുടെ കാര്യം അറിയിക്കാനായിട്ട് ചെയ്യുവാണ്. അവിടെ എഴുതിക്കോളണം ഡാഷിൻ്റെ അവിടെ. എന്നിട്ട് ടോപ്പിക് കൊടുക്കുക, വിച്ച് വിൽ ബി ഹെൽഡ് ഓൺ, എവിടെ എന്ന് നടക്കുന്നു. ഓൺ മീൻസ് എന്താണ്, ഓൺ ഡേറ്റ് ആണ്, 18 അങ്ങനെ ഡേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഓൺ കൊടുക്കുക. അറ്റ് എവിടെയാണ്, ഇപ്പം അറ്റ് തിരുവനന്തപുരം ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഓക്കെ, ഓക്കെ പ്ലേസും ഈ അറ്റും ടൈമും കൂടെ കൊടുക്കാൻ വേണ്ടി കൊടുക്കുക. പ്ലേസ്, കൃത്യമായിട്ടുള്ള പ്ലേസ്, ഓക്കെ അതും കൊടുക്കുക. ഇനി ചീഫ് ഗസ്റ്റ് ഉണ്ടെങ്കിൽ അയാളുടെ പേര്. ഓക്കെ, ആ ഡാഷ് ഇടിക്കുന്നിട ഫില്ല് ചെയ്താൽ മാത്രം മതി, ബാക്കി ഓൾമോസ്റ്റ് എല്ലാം റൈറ്റ്. പിന്നെ എന്ത് ചെയ്യുക, ബോക്സിലാക്കി വെക്കാൻ നോക്കട്ടോ ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രസൻസും നിങ്ങൾ വരണമെന്നൊക്കെ ഞാൻ ആവശ്യപ്പെടുകയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ, അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര പാടൊന്നുമില്ല ആ സാധനം ചെയ്യാനായിട്ട്. ഓക്കെ, അതിൽ നിങ്ങൾ ഒരു വാക്ക് കൂടി മതി. ഇപ്പം ഒരു എസ് എന്ന് പറയുന്ന വാക്ക് അതിൽ നിന്ന് കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ രീതിയിൽ ഉണ്ടാക്കി വെച്ചാലും മതി ക്വസ്റ്റ്യൻസ്. പക്ഷേ അത് നല്ല മാർക്ക് കിട്ടും, ഫുൾ മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസാണ്. എന്ത് ചെയ്യുക, നമ്മൾ വാട്ട് ഡസ് ദി സ്പീക്കർ ഇംപ്ലൈസ് ഹിയർ, ഇവിടെ എന്താണ് സ്പീക്കർ ഉദ്ദേശിച്ചത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വേർഡ്. ഈ വേർഡ് എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇപ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇപ്പം ഇംപ്ലൈസ് എന്ന് കൊടുത്തിരുന്നാലോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ്, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദിസ് വേർഡ് സിഗ്നിഫിക്കൻറ്റ്, ആ വേർഡ് എന്താണ് എടുത്തെഴുതുന്നത്. ഇതൊക്കെ സിമ്പിളാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ചിന്തിക്കുന്നേക്കാൾ എളുപ്പത്തിന് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ്, ഇവിടുത്തെ ക്യാരക്ടേഴ്സ് ആരാണ്. പിന്നെ ഡു യു എഗ്രി വിത്ത് ദ റൈറ്റേഴ്സ് വ്യൂ, നിങ്ങൾ റൈറ്ററിൻ്റെ വ്യൂ ആയിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ. പിന്നെ പിക്ക് ഔട്ട് എ നൗൺ ഫ്രം ദ പാസേജ്. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് കാണാതെ പഠിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ആ പാസേജ് പോലും വായിക്കാൻ പറ്റും. വായിക്കേണ്ട, അതിൻ്റെ ആവശ്യം പോലും ഇല്ല. ഇതങ്ങ് എഴുതി വെച്ചിട്ട് വന്നാൽ മതി. ക്വസ്റ്റ്യൻസ് ആയില്ലേ, അത്രേ ഉള്ളൂ. ഇനി അപ്രിസിയേഷൻ. സാധാരണ അപ്രിസിയേഷൻ നമ്മളിത് അങ്ങനെ ഒരു ഫോമാറ്റില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്കൊന്ന് എളുപ്പമാക്കാൻ വേണ്ടി അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദിസ് പോയം ഈസ് റിട്ടേൺ ബൈ, ആരാണോ എഴുതിയത് അത് എഴുതുക. പിന്നെ തീം ഓഫ് ദ പോയം ഈസ്, എന്താണ് ഇതിൻ്റെ തീം അത് എഴുതുക. ഇനി റൈമിങ് സ്കീം ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ നമ്മുടെ ലാംഗ്വേജ് യൂസ്ഡ് സിമ്പിൾ ആൻഡ് ക്ലിയർ, സിമ്പിളും ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പോയറ്റിക് ഡിവൈസസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, ഗുഡ് മെസ്സേജ്, നല്ലൊരു മെസ്സേജാണ് എന്ത് ചെയ്യുന്നത് റീഡേഴ്സിനെ കൊടുക്കുന്നത്. എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു പോയത്തിൻ്റെ ലൈനുകൾ ഒരു 2 ലൈനൊക്കെ ഒന്ന് പഠിച്ച് വെച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഏതെങ്കിലും നല്ല ലൈനുകളൊക്കെ 2 പഠിച്ച് വെച്ചിട്ട് അത് എഴുതിയാൽ നല്ലൊരു ഇംപ്രഷൻ ടീച്ചർമാർക്ക് മുന്നിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പോയം ഇഷ്ടമെന്നൊക്കെ പറയാം. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അപ്രിസിയേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്, അത്രയും എഴുതണം കേട്ടോ. ഇത് ഞാൻ ഭയങ്കര ഷോർട്ടായിട്ടാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ വിടാൻ പാടില്ല, മസ്റ്റായിട്ട് വിടാൻ പാടില്ലാത്തതുകൊണ്ട് ഇത്രയും പറഞ്ഞു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വീഡിയോസോ അല്ലെ ചാപ്റ്റർ വൈസ് നോട്ട്സോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മൺഡേ ആണല്ലോ എക്സാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.